ജീസസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. വലതുകരം വീശിക്കൊണ്ട് നമുക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 മുഴുവനും നമുക്കറിയാം ജീവന്റെ അപ്പം, നിത്യജീവന്റെ വചസ്സുകൾ. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മിൽ സംഭവിക്കുന്നത്? ഈശോയുടെ ജീവന്റെ അപ്പത്തിന്റെ പ്രത്യേകത എന്തെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 പറയുന്നുണ്ട് പുതിയ ഉടമ്പടി. യോഹന്നാൻ 6 പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നു. ദൈവത്തിൻ്റെ അപ്പം, ജീവനുള്ള അപ്പം സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നു. 2, ഈ അപ്പം ഭക്ഷിക്കുന്നവർ ഒരിക്കലും വിശക്കുകയില്ല. അവർക്ക് ഒരിക്കലും വിശക്കുകയില്ല. വീണ്ടും എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. 4, എൻ്റെ ശരീരവും എൻ്റെ രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല. ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് തള്ളിക്കളയുകയില്ല. 5, അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള ശക്തി ലഭിക്കുന്നു. അപ്പം ജീവന്റെ അപ്പം, സ്വർഗീയ അപ്പം, ജീവൻ നൽകുന്ന അപ്പം ഭക്ഷിക്കുന്നവർക്ക് അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ള ശക്തി ലഭിക്കുന്നു. 6, കർത്താവിൻ്റെ ശരീരം, ജീവന്റെ അപ്പം, സ്വർഗീയ അപ്പം ഭക്ഷിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. 7, അന്ത്യദിനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. അന്ത്യദിനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കും. 8, അവർ ഒരിക്കലും മരിക്കുകയില്ല. നമ്മൾ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ അധ്യായം 11 നമുക്ക് കാണാം. പുതിയ ഉടമ്പടി 23 മുതൽ പറയുന്നുണ്ട്. അതിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വേണ്ടത്ര യോഗ്യതയോടുകൂടെ ജീവിതം ആത്മശോധന ചെയ്യാതെ അയോഗ്യതയോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ രോഗികളും ദുർബലരും ചിലർ മരിച്ചു പോകുന്നതിന് കാരണം ഇതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്നേക്കും ജീവിക്കും. യഥാർത്ഥ ഭക്ഷണമാണ്, യഥാർത്ഥ പാനീയമാണ് സ്വർഗീയ അപ്പം. വീണ്ടും 11-ാമത്തെ പോയിന്റായിട്ട് പറയുകയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും ജീവിക്കും. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവന്റെ അപ്പം യോഹന്നാന്റെ സുവിശേഷം അധ്യായം 6 വായിക്കുമ്പോൾ മുഴുവനും നമുക്ക് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഈ വാഗ്ദാനങ്ങളാണ് അതിൽ മുഴുവനും തന്നെ പറയുന്നത്. സ്വർഗീയ അപ്പം, എൻ്റെ ശരീരം, എൻ്റെ രക്തം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവൻ എന്നേക്കും വസിക്കും. അവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുമെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം എപ്പോഴും ധ്യാനിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ, പരമ പ്രാധാന്യം പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.